ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നാർസിസ്റ്റുകൾ ഒരാളുടെ പുറകെ, അവരുടെ മെയിൻ സപ്ലൈയുടെ പുറകെ കുറേ കാലം പോകും. അവരുടെ പുറകെ ഇങ്ങനെ അവരെ ഫുൾ കൺട്രോളിലാക്കി അവരെ നിൽക്കാനും ഇരിക്കാനും നടക്കാനും സമ്മതിക്കാത്ത രീതിയിൽ സ്വന്തം കൺട്രോളിലാക്കിയിട്ടേ നാർസിസ്റ്റ് അടങ്ങുള്ളൂ. അത്രയധികം അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കുന്ന പോലെയൊക്കെ കാണിച്ച് അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നെല്ലാം കാണിച്ചിട്ട് ഈ നാർസിസ്റ്റുകൾ എന്തിനാണ് അവർ പിന്നീട് ഡിസ്കാർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത് എന്നാണ്. ഇത്രയധികം ഭയങ്കര സ്നേഹം കാണിച്ച്, ഇഷ്ടം കാണിച്ച്, അതുപോലെ ഈ നാർസിസ്റ്റിൻ്റെ ആരോടാണ് സ്നേഹം കാണിക്കുന്നത്? അവരാണല്ലോ വിക്ടിം. ആക്ച്വൽ സ്നേഹമല്ല കാണിക്കുന്നത്, അതുകൊണ്ടാണ് അവർ വിക്ടിം എന്ന് പറയുന്നത്. അപ്പം ഈ വിക്ടിം അത്രയധികം വിധേയത്വത്തോടെ ഇവരോട് പെരുമാറി, ഇവരോട് ഫുള്ളും എല്ലാ രീതിയിലും ഇവർ പറയുന്ന പോലെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഡിസ്കാർഡ് ചെയ്തു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാർസിസ്റ്റുകൾക്ക് എപ്പോഴും ത്രില്ലുള്ള ലൈഫാണ് ഇഷ്ടം. അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വേണം. ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ അതോടെ അവരുടെ ത്രില്ല് തീർന്നു. പിന്നെ അവർ ആ സമയം തന്നെ നെക്സ്റ്റ് ത്രില്ല് മൈൻഡിലിട്ടിട്ടുണ്ടാവും. ആ ത്രില്ല് ലഭിക്കുന്നത് വരെ കുറേ പണിയുണ്ടല്ലോ, അതുവരെയാണ് ഈ ത്രില്ലുമായിട്ടുള്ള ലൈഫ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കുമെന്നാകുമ്പോഴാണ് ഇവരെ ഡിസ്കാർഡ്